വാരിച്ചൊരിയുമ്പോൾ ആനന്ദമേകും ആകുലമകറ്റും അനുദിന ജീവിത പാതയതിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനു വേണ്ടി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് വീണ്ടും ഈ ശനിയാഴ്ച ഈ രാപ്പകൽ ഭേദമെന്നെ ദൈവകൃപയുടെ തണലിൻ്റെ കീഴിലായിത്തീരുവാൻ ലഭിച്ച സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അല്പസമയ തിരുവേദ ധ്യാനത്തിനു വേണ്ടി നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെയും പല പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ കൂടെയൊക്കെ ആയിരുന്നു. എനിക്കുമായിരുന്നെങ്കിൽ ഹല്ലേലൂയ തൊണ്ടയ്ക്കുള്ള പ്രയാസങ്ങൾ, പനിയെ ചുമയൊക്കെ ആയിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് മറുപടി നൽകി, നമുക്ക് സൗഖ്യം നൽകി. ഇന്ന് ഹല്ലേലൂയ ഒരുമിച്ചുള്ള ചിന്തയ്ക്ക് വേണ്ടി നമുക്കെല്ലാം പരിചിതമായ ഒരു വേദഭാഗം ഹല്ലേലൂയ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ എല്ലാവർക്കും അറിയാവുന്ന 23-ാം സങ്കീർത്തനം, അതിൻ്റെ ഹല്ലേലൂയ ചില വശങ്ങളെപ്പറ്റിയാണ് ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിച്ചോളട്ടെ. 23-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ പറയുന്നു: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ നടത്തുന്നു. 4-5 വാക്യങ്ങൾ പറയുന്നു: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. അതിൻ്റെ അവസാനത്തെ വാക്യം, 6-ാമത്തെ വാക്യം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ ഹല്ലേലൂയ ദീർഘകാലം വസിക്കും. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കേൾപ്പിച്ച ഹല്ലേലൂയ വായിച്ച ദൈവവചനത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് സ്തോത്രം ചെയ്യാം. ഇടയനാം യേശുവേ, നീ എന്നെ നടത്തും പാതകളോരോന്നും എത്ര മനോഹരം. ഇടയനാം യേശുവേ, നീ എന്നെ നടത്തും പാതകളോരോന്നും എത്ര മനോഹരം. നട്ടുച്ച നേരത്തും മേഘത്തുണായി നീ, പാതിരാ നേരത്തും അഗ്നിത്തുണായി നീ, മരുവിൽ കൂടന്നെ നീ നിർഭയം നടത്തി, മരുവിൽ കൂടന്നെ നീ നിർഭയം നടത്തി. ശ്രേഷ്ഠായിടേയാ നീയൻ സങ്കേതം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനുവേണ്ടി സ്തോത്രം. ഞങ്ങൾ വായിച്ച വചനത്തിനു വേണ്ടി സ്തോത്രം. കർത്താവെ, വാഴ്ത്തി നുറുക്കി ഞങ്ങൾക്ക് വിളമ്പി തരണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും ചിന്തയും അവിടുത്തേക്ക് പ്രസാദകരമായി തീരുവാൻ മിശിഹാ മൂലം സഹായിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം വായിച്ചപ്പോഴേ ഈ സൂം മീഡിയയിൽ പലരുടെ മുഖത്ത് ചിരിയൊക്കെ വരുന്നു. സഹിച്ചാൻ ഇത് ഒരു 5 പ്രസംഗം തന്നെ 23-ാം സങ്കീർത്തനത്തെ പറ്റി പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്നിനി എന്തുവാ പറയുന്നത്? ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ ട്രോളിങ്ങിൻ്റെ ഒക്കെ കാലഘട്ടമാണല്ലോ. ദിവസവും മത്തിയൊക്കെ കഴിച്ച് ദിവസവും പല വീട്ടിൽ പല ടേസ്റ്റുകളിൽ വെക്കുമ്പോൾ ഇന്ന് ഹല്ലേലൂയ ആ ഒരു മീന് വേറെ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു റെസിപ്പി ആയിട്ട് അങ്ങ് തരികയാണ്. അതുകൊണ്ട് ആരും ഒരു മുൻവിധിയോടെ ഇരിക്കാതെ ഹല്ലേലൂയ ശമൂവേൽ ബാലനോട് ഏലി പുരോഹിതൻ പറഞ്ഞതുപോലെ അതിനോട് സംസാരിക്കണം, അടിയൻ കേൾക്കുന്നു എന്നുള്ള ആ ഹൃദയവാഞ്ചിയിലൂടെ നമുക്ക് ആയിത്തീരാം. നമുക്കറിയാം, വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ 5 പാട്ടുപുസ്തകങ്ങൾ, യോബ് സങ്കീർത്തനം, സദർശവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതം, അതിൽ ഏറ്റവും വലിയ പാട്ടുപുസ്തകമാകുന്ന സങ്കീർത്തനം ഹല്ലേലൂയ 180 അധ്യായങ്ങൾ എന്ന് നമ്മൾ പറയത്തില്ല, 150 ഹല്ലേലൂയ അധ്യായങ്ങളുള്ള ഹല്ലേലൂയ ഏകദേശം ഹല്ലേലൂയ പല വെർഷനായിട്ട് പരിശോധിച്ചാൽ ഹീബ്രുവിൽ 30,000-ഉം ഇംഗ്ലീഷിലെ ഒക്കെ നോക്കുകയാണെങ്കിൽ 43,700 തൊട്ട് മലയാളത്തിലും 30,000-ൽ പരം വാക്യങ്ങൾ അടങ്ങിയ ഹല്ലേലൂയ ഇതാണ്. ഈ സങ്കീർത്തനം
വേദപുസ്തകത്തിൻ്റെ ഹല്ലേലൂയ ഒരു ഹൃദയമാണ്, ഹാർട്ടാണ്. ഇത് വേദപുസ്തകത്തിൻ്റെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഹല്ലേലൂയ മരുന്നാണ്. കാര്യം എന്താണ്? നമ്മുടെ ഏതവസ്ഥയിൽ നമുക്ക് ഓടിച്ചെല്ലാം. മരണസമയത്ത് ചെന്ന് കഴിഞ്ഞാൽ 90, 91 വായിക്കാം. കല്യാണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ 45, 128 വായിക്കാം. ഹല്ലേലൂയ ജന്മദിനത്തിലാണെങ്കിൽ 103 വായിക്കാം. ഹല്ലേലൂയ ഭാരങ്ങൾ വരുമ്പോൾ 50-ാം സങ്കീർത്തനം ഹല്ലേലൂയ വായിക്കാം. ഏത് അവസ്ഥയിൽ കൂടി നാം പോകുന്നു ആ അവസ്ഥയിൽ ഓടിച്ചെന്ന് തുറന്നു നോക്കുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസപ്രദമായ ഒരു വചനമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. സങ്കീർത്തനത്തെപ്പറ്റി നമുക്കറിയാം, 5-ൽ പരം എഴുത്തുകാർ തങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ എഴുതപ്പെട്ട ഈരടി. അനുഭവമുണ്ട്, അഭിനയവുമുണ്ട്, എന്നാൽ ജീവിതത്തിൻ്റെ അനുഭവം. ഈ 23-ാം സങ്കീർത്തനം എഴുതിയത് അതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ഇശായിയുടെ 8 മക്കളിൽ ഇളയവനായിരുന്ന, ആടുകളെ മേഴിച്ചുകൊണ്ട് നടന്ന ഒരു ഇളയ ബാലൻ. ഹല്ലേലൂയ പറഞ്ഞാൽ കാടുകളുടെ മേടുകളിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന ഇടയ ബാലനായ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഹല്ലേലൂയ ആ ഒരു പശ്ചാത്തലത്തിൽ യഹോവയെ ആയ ദൈവത്തെ ഹല്ലേലൂയ നല്ലൊരിടയനും ജനത്തെ ഒരാടുകളുമായിട്ട് ചെയ്യുന്നു. ഹല്ലേലൂയ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഹല്ലേലൂയ ഇത് വേദപുസ്തകത്തിൽ 23-ാം സങ്കീർത്തനം നോക്കിയാണെങ്കിൽ ഇനി അതിൽ എഴുതി വെക്കാനായിട്ട് സ്ഥലങ്ങളില്ല. ഹല്ലേലൂയ ഇതിനകത്ത് നോക്കിയാൽ മൊത്തവും കുറിപ്പുകളാണ്. അപ്പോൾ ഹല്ലേലൂയ 23-ാം സങ്കീർത്തനത്തിൽ ഇടയനെ പറ്റി പ്രസംഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ യഹോവ എൻ്റെ ഇടയൻ. ഇന്നലെ ആരായിരുന്നു? ജോൺ 10 ഹല്ലേലൂയ നല്ല ഇടയൻ, ജീവൻ തന്നവൻ. ഹല്ലേലൂയ എബ്രായലേഖനത്തിൽ പറയുന്നു ആത്മാക്കളുടെ ശ്രേഷ്ഠ ഇടയൻ വരുന്നതിനെ പറ്റിയൊക്കെ നമുക്കറിയാം. ഹല്ലേലൂയ നമുക്കറിയാം ജോസ്റ്റാനും ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ താഴ്വരയെ പറ്റി, കണ്ണുനീർ താഴ്വര, കൂരിരുണ്ട താഴ്വര, ആക്കൂർ താഴ്വര. ഹല്ലേലൂയ ഈ ഉത്തമഗീതത്തിൽ പരിമള പർവ്വത നിരകളിൽ നിന്നും പറന്നു വരുന്ന പ്രിയനെ കണ്ടോ ചോദിക്കുമ്പോൾ ആ താഴ്വരയിൽ കൂടി കടന്നു വരുന്ന നല്ല പ്രിയനെ പറ്റി നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന് 4 അവസ്ഥയെപ്പറ്റി ഹല്ലേലൂയ ആ ജീവിതത്തെ ശൈശവത്തിൽ അവനൊരു പ്രൊട്ടക്ഷനും പ്രൊവിഷനും തരുന്നു, അവനൊരു ഡിസിപ്ലിനും ഡയറക്ഷനും തരുന്നു, അവൻ കമ്മ്യൂണിക്കേഷനും കംഫർട്ടും നൽകുന്നു, ഹോപ്പും നൽകുന്ന ഹല്ലേലൂയ 4 അവസ്ഥയെപ്പറ്റിയൊക്കെ നമ്മൾ ഒരു ഇടയൻ എങ്ങനെയാണ് നടത്തുന്നതിനെ പറ്റിയൊക്കെയും ഹല്ലേലൂയ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇന്ന് ഹല്ലേലൂയ ആ ഒരു ഇതല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് ഈ സങ്കീർത്തനത്തിൽ അടങ്ങിയിരിക്കുന്ന 3 ഹല്ലേലൂയ കാര്യങ്ങൾ, 3 കാര്യങ്ങൾ ഹല്ലേലൂയ ഒരു പുതിയൊരു ചിന്ത ഞാൻ നിങ്ങൾക്ക് വിഭാവനം ചെയ്യുകയാണ്. ഈ സങ്കീർത്തനം 23-ാം സങ്കീർത്തനെ പറ്റി പഠിക്കുമ്പോൾ 2 മലകളുടെ ഇടയിലുള്ള ഒരു താഴ്വരയിലുള്ള ഒരു സങ്കീർത്തനം. എന്തുവാണ്? 2 മലകളുടെ ഇടയിൽ ഉള്ള ഒരു താഴ്വരയിൽ കൂടി നടക്കുന്ന ഒരു സങ്കീർത്തനം. എന്താണ് 2 മലകളുടെ ഇടയിൽ ഈ താഴ്വര നടക്കുന്നത്? ഹല്ലേലൂയ ഞാൻ പറഞ്ഞു, കൂരിരുന്ന താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരടുത്തു ആ താഴ്വരയിൽ ഹല്ലേലൂയ ഇന്ന് നമ്മൾ നടക്കുന്ന പാതകളെ പറ്റിയാണ് അവിടെ കാണുന്നത്. എന്തുവാണ് 2 മലകൾ? 2 മലകൾ. ഒന്നാമത്തെ മല 22-ാം സങ്കീർത്തനം ഹല്ലേലൂയ. 2-ാമത്തെ മല 24-ാം സങ്കീർത്തനം ഹല്ലേലൂയ. അതായത് മലയാണ് ഒലിവുമല. 22-ാം സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ ഇന്നലെ ഹല്ലേലൂയ കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി 2 കള്ളന്മാരുടെ നടുവിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്ന ഗോൽഗോഥാ മല, ഗോലിയാത്തിനെ കൊന്ന് തലയിട്ടതായുള്ള ഗോൽഗോഥ ഹല്ലേലൂയ. ഗോലിയാത്തിന്റെ തലയുടെ ആ തലയോടിടമെന്ന സ്ഥലത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന ഹല്ലേലൂയ കാൽവറി മലയിലോട്ട് നമുക്കൊന്ന് പോകാം. എന്തുവാണ് ആ മലയിലുള്ള സംഭവം? 22-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്, ഹല്ലേലൂയ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? 2 കള്ളന്മാരുടെ മധ്യത്തിൽ ഒരു മനുഷ്യനായി തീർന്ന് മഹാവേദന സഹിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഹല്ലേലൂയ ഓരോ വാക്യങ്ങളൊന്നും എഴുതി. കാളക്കൂറ്റങ്ങൾ എന്നെ വളഞ്ഞു, മറ്റുള്ളവർ എന്നെ ദുഷിച്ചു. ഹല്ലേലൂയ എൻ്റെ വസ്ത്രം ചീട്ടിട്ടു, മറ്റുള്ള മുന്നിൽ ഞാൻ നിന്ദാപാത്രമായി തീർന്നു. കാൽവരി മലയിൽ ഇതൊക്കെയും സഹിച്ചത് എന്തിനു വേണ്ടി? നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി. അതുകൊണ്ട്
അതുകൊണ്ട് ഹല്ലേലൂയ, ഈ പാപത്തിൻ്റെ പരിഹാരത്തിന് രക്ഷ നേടിയ ദൈവജനം അവരുടെ ഒരു യാത്ര, ഹല്ലേലൂയ, അവർക്കൊരു ഉയർപ്പുണ്ട്. അതൊരു ഹല്ലേലൂയ 24-ാം സങ്കീർത്തനത്തിലോട്ടാണ്. 24-ാം സങ്കീർത്തനത്തിൽ കയറുന്നതിന് മുൻപ് നമുക്ക് ഈ രണ്ട് മലകളുടെ ഇടയിലും ഒരു താഴ്വരയുണ്ട്. ആ താഴ്വര കൂരിരുളിൻ്റെ അനുഭവമാണ്. ജീവിതത്തിന് നിരാശ വരാം, ജീവിതത്തിൻ്റെ ഹല്ലേലൂയ രോഗം വരാം, ദുഃഖം വരാം. എന്നാൽ യഹോവയുടേനായുള്ളവർക്ക് ഹല്ലേലൂയ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവൻ നടത്തുന്ന വഴികൾ ഹല്ലേലൂയ വലുതാണ്. എന്താണ് 24-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത്? അവിടെ വായിക്കുന്നുണ്ട്, ഹല്ലേലൂയ, കാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാരാണ്? ബലവാനും വീരനുമായ സൈന്യം കൂടെ യഹോവ തന്നെ. ഹല്ലേലൂയ, അവൻ ആരാണ്? ഹല്ലേലൂയ, സെക്കറിയ പ്രവചനം 14-ന്റെ നാളിൽ ഹല്ലേലൂയ, അന്നാളിൽ അവൻ ഒരു അവൻ്റെ കാൽ ചവിട്ടുമ്പോൾ അത് പിളർക്കും. ഹല്ലേലൂയ, ഒരു വാതിൽ ഗോൾഡൻ ഗേറ്റ് ഉണ്ട്. ഹല്ലേലൂയ, ആരാണ്? മഹത്വത്തിൻ്റെ ബലവാനും വീരനുമായ സൈന്യം കൂടി യഹോവ കടന്നു വരുമ്പോൾ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. അപ്പോസ്തലപ്രവൃത്തി 1:11 പറയുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത് യേശു പോയതുപോലെ വരും. ഹല്ലേലൂയ, അങ്ങനെയെങ്കിൽ ഈ ഹല്ലേലൂയ കാൽവറി മലയിൽ നിന്നും ഹല്ലേലൂയ നമുക്കൊരു ഉയർപ്പിന് പോകണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൊരു ക്യാപ്പുണ്ട്. അതൊരു താഴ്വരയാണ്. ഹല്ലേലൂയ, ആ താഴ്വരയിൽ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ ഏത് പ്രശ്നത്തിനും നമ്മോട് കൂടെയുള്ളൊരു കർത്താവുണ്ട് എന്ന് ഹല്ലേലൂയ ഒന്നാമത്തെ ചിന്ത ഞാൻ അവിടെ തരികയാണ്. രണ്ടാമത്തെ ചിന്ത എന്നെന്ന് ചോദിച്ചാൽ 23-ാം സങ്കീർത്തനത്തിൽ രണ്ടാമത്തെ ചിന്ത, രണ്ട് വിരുന്നുകാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്താണ് രണ്ട് വിരുന്ന്? 23-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിലെ ആദ്യത്തെ വിരുന്ന്, പച്ചപ്പുൽ മേടുകളിൽ നമ്മെ ഇരുത്തിയിട്ട് നമുക്കൊരു പന്തി ഭോജനം നൽകുന്നു. രണ്ടാമത്തെ വിരുന്ന് എന്തുവാണ്? 23-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ, ശത്രുക്കളുടെ മധ്യേ അവൻ നമുക്ക് മേശയൊരുക്കുന്ന ഒരു രണ്ടാമത്തെ വിരുന്ന്. ഒന്നാമത്തെ വിരുന്ന് ഹല്ലേലൂയ, പച്ചപ്പുൽ മേടുകളിൽ ഹല്ലേലൂയ സ്വച്ഛമായി ജനം തന്ന് നല്ല നല്ല ഹല്ലേലൂയ പോറ്റി പുലർത്തുന്ന അവൻ നമുക്ക് തരുന്ന പ്രൊവിഷൻ, അവൻ നമുക്ക് തന്ന പ്രൊട്ടക്ഷൻ, അവൻ നമുക്ക് തരുന്ന കമ്മ്യൂണിക്കേഷൻ, അവൻ നമുക്ക് തരുന്ന കംഫർട്ട്, അവൻ നമുക്ക് തരുന്ന ഡയറക്ഷൻ, അവൻ നമുക്ക് തരുന്ന ഡിസിപ്ലിൻ, അവൻ നമുക്ക് തരുന്നതായുള്ള കാര്യങ്ങൾ. പച്ച പുൽമേടുകളിൽ ഒരിടയൻ നമ്മെ നടത്തുന്നു. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ഹല്ലേലൂയ, ശത്രുക്കളുടെ മധ്യേ മേശയൊരുക്കുന്നു. ഈ രണ്ട് മലകളുടെ ഇടയിൽ ഹല്ലേലൂയ രണ്ട് ഹല്ലേലൂയ മലകൾ അപ്പുറവും ഇപ്പുറവും. ഈ ഇടയൻ ഇങ്ങനെ പോകുമ്പോൾ രണ്ട് മലകളുടെ മധ്യത്തിൽ ഹല്ലേലൂയ ആടുകളെ വിഴുങ്ങുവാൻ ചെന്നായ്ക്കൾ, ഹല്ലേലൂയ അശുദ്ര ജീവികളൊക്കെയും ഹല്ലേലൂയ നോക്കി ഇങ്ങനെ ചാടിയനെ പിടിക്കാൻ നോക്കുമ്പോൾ ഒരു ഇടയൻ അവൻ്റെ കയ്യിൽ വടിയുമായിട്ട് നിൽപ്പുണ്ട്. ഒരു ശത്രു അവനെ തൊടത്തില്ല. അതിൻ്റെ നടുവിൽ അവനൊരു വിരുന്നൊരുക്കുകയാണ്. ശത്രുക്കൾ നോക്കി നിൽക്കുമ്പോൾ ഹല്ലേലൂയ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് ഹല്ലേലൂയ അവൻ അഭിഷേകം ചെയ്യുന്നു. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയേ, നമ്മെ അവൻ നടത്തുന്ന വഴികൾ ഹല്ലേലൂയ. നമ്മെ നിന്ദിച്ചവരുടെ മുന്നിൽ നമ്മെ അവൻ മാനിച്ചില്ലേ? നമ്മെ താഴ്ത്തിയുടെ മുന്നിൽ ദൈവം നമ്മെ ഉയർത്തിയില്ലേ? ഹല്ലേലൂയ. ഇതിനെന്ത് യോഗ്യത? ഹല്ലേലൂയ. പലരും നമ്മളോടൊക്കെ ചോദിക്കും, ഇത്രയൊക്കെ ആകുവാൻ കാരണം, ഇത്രയൊക്കെ ആൾക്കാർ നിങ്ങളെ കാണുവാൻ വരുവാൻ കാരണം, ഇത്രയൊക്കെ ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കുവാൻ കാരണം നിങ്ങൾക്ക് എന്താണ് യോഗ്യത? ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞതുപോലെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ എനിക്ക് എന്ത് യോഗ്യത? ഒരു യോഗ്യതയുമില്ല. അതുകൊണ്ട് ഹല്ലേലൂയ യോഗ്യത ഏതുമില്ല. ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമെന്ന് ദൈവവചനം പറയുന്നു. മൂന്നാമതുള്ള ചിന്ത ഹല്ലേലൂയ എന്താണ്? ഈ ഇടയൻ്റെ ഹല്ലേലൂയ 3 പ്രത്യേകത. ഹല്ലേലൂയ. ആദ്യം ഞാൻ പറഞ്ഞു രണ്ട് മലകളുടെ ഇടയിലുള്ളൊരു താഴ്വര. രണ്ടാമത്തെ ചിന്ത ഞാൻ പറഞ്ഞു ഹല്ലേലൂയ രണ്ട് വിരുന്നിൻ്റെ നടുവിൽ ഹല്ലേലൂയ ദൈവം നമ്മെ പോറ്റി പുലർത്തുന്നത്. മൂന്നാമത്തെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഇടയൻ നമ്മോടുള്ള ഒരു പ്രസൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ഹല്ലേലൂയ ഇടയൻ എവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? അതിൻ്റെ 23-ാം സങ്കീർത്തനം 1-2 വാക്യം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊരു കുറവുമില്ല. അവൻ എന്നെ പച്ചപ്പുൽമേടിൽ എന്നെ നടത്തുന്നു.
ഈ ഇടയൻ എവിടാ നടക്കുന്നതെന്ന് അറിയാമോ? ഈ ആടുകളെ കൊണ്ട് മുൻപിൽ ഹല്ലേലൂയ അവൻ മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയാണ് മുൻപിൽ അവൻ പോകുമ്പോൾ? ഹല്ലേലൂയ, മുൻപിൽ എന്തെങ്കിലും കുഴിയുണ്ടോ? മുൻപിൽ എന്തെങ്കിലും ഈ പൊടിയിൽ എന്തെങ്കിലും സർപ്പങ്ങൾ പതിഞ്ഞിരിപ്പുണ്ടോ? മുൻപിൽ എന്തെങ്കിലും അപകടങ്ങളുണ്ടെങ്കിൽ അവൻ ഹല്ലേലൂയ അവൻ ആടുകളുടെ മുന്നിൽ നടക്കുന്നു. ഇന്ന് ഇടയന്മാർ ആടുകളെ മുന്നിൽ വിട്ടിട്ട് പുറകിൽ നടക്കുമ്പോൾ നമ്മുടെ നല്ല ഇടയനാകുന്ന യേശു ക്രിസ്തു അവൻ നമ്മുടെ മുന്നേ നടന്ന് മുന്നോട്ട് പോകുന്നു. ഹല്ലേലൂയ, മുന്നേ നടക്കുന്ന ആ ദൈവം ഹല്ലേലൂയ അവൻ എത്ര വലിയവനാണ്. ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ മുന്നേ നടക്കുന്നു. രണ്ടാമതായിട്ട് ഇവൻ എവിടാണ് നടക്കുന്നത്? 23-ാം സങ്കീർത്തനം ഹല്ലേലൂയ അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. ഈ ദൈവം മുന്നിൽ മാത്രമല്ല നടക്കുന്നത്, അവൻ പുറകിൽ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, നീ വെള്ളത്തിൽ വീണാൽ ഹല്ലേലൂയ മുക്കിക്കളയാതെ നീ ഉള്ളം കരങ്ങളിൽ വഹിക്കുന്നവൻ. തീയിൽ കടന്നാൽ ഹല്ലേലൂയ അത് വെന്തു പോകാതെ ഇരിക്കുന്നവൻ. നദിയിൽ കടന്നാൽ അത് കവിഞ്ഞൊഴുകാതെ ഹല്ലേലൂയ നിന്നെ മുൻപും പിൻപും കാവലായി നടത്തുന്നവൻ. അതാണ് പുറപ്പാട് പുസ്തകം 14:19 പറയുന്നു, സൈന്യങ്ങളുടെ ദൂതൻ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി നടന്ന് മുന്നിൽ ചെങ്കടൽ പുറകിൽ ഫറവോനും സൈന്യവും വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവരൊക്കെയും പെറുപെറുത്ത് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവം എന്തുവാണ്? മുൻപിൽ നടന്ന ദൂതൻ ഉടനെ തന്നെയാണ് വായിക്കുന്ന ഇപ്രകാരമാണ്, അവനുടൻ പുറകിൽ വന്നിട്ട് അവർക്ക് പകൽ മേഘസ്തംഭമായി അവരെ നടത്തി. ഈ ദൈവം നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ വരുമ്പോൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മെ കണ്ടിട്ട് മാറിക്കടന്നു പോകുന്ന ഒരു ദൈവമല്ല. ആ ദൈവം ആരാണ്? ഹല്ലേലൂയ, കോരഹപുത്രന്മാർ പറഞ്ഞതുപോലെ ഈ ദൈവം ഇന്നും എന്നേക്കും അവൻ നമ്മുടെ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഈ ദൈവം മുന്നിൽ നിന്ന് നമ്മെ പടനയിക്കുന്നവൻ, അവൻ പിന്നിൽ കൂടെയും നടക്കുന്ന ഒരു ദൈവമായിട്ട് ഈ സങ്കീർത്തനത്തിൽ കാണുന്നു. ആ 3-ാമത്തെ പോയിന്റിൻ്റെ 3-ാമത്തെ അവസ്ഥ, ഈ ദൈവം ആരാണെന്ന് അറിയാമോ? 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ എന്തുവാ പറയുന്നത്? കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുക, നീ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, മുന്നിൽ മാത്രമല്ല, പുറകിൽ മാത്രമല്ല, ഹല്ലേലൂയ ഉള്ളെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, നമ്മുടെ ഭാരങ്ങൾ പോകുമ്പോൾ നമ്മെ വഴിയിട്ടിട്ട് പോകുന്നില്ല. ഉള്ളങ്കരങ്ങൾ യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഭൂമിയിലെ വെള്ളം ഹല്ലേലൂയ നാഴിയിൽ കൊള്ളിച്ചവൻ, പൊടിയെ അവൻ്റെ ഉള്ളങ്കയിൽ വഹിച്ചവൻ, ആകാശത്തിലെ അളവ് അവൻ്റെ ചാണം കൊണ്ട് അളന്നവൻ, അവൻ ആരാണെന്നറിയാമോ? അവൻ നമ്മെ അറിയാം, നമ്മുടെ നടുവിലുള്ളവനാണ്. ഹല്ലേലൂയ, നടുവിലുള്ള ദൈവത്തെ നമുക്കറിയാം. അതൊരിക്കൽ ഞാൻ പ്രസംഗിച്ചതാണ്. മത്തായി 18:20 പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ. ഹല്ലേലൂയ, ശിഷ്യന്മാർ ഭയപ്പെട്ട് ഹല്ലേലൂയ അവർ മുറിയിൽ അടച്ചപ്പോൾ നടുവിൽ വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. 2 കള്ളന്മാരുടെ നടുവിൽ ഹല്ലേലൂയ അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഭൂമിയുടെ മധ്യത്തിൽ ഹല്ലേലൂയ നടുവിൽ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ഹല്ലേലൂയ പാപയാഗമായി തീർന്നു. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ യോനാസ്രാവ് പറയുന്നു, കുഞ്ഞാട് ഹല്ലേലൂയ മൂപ്പന്മാരുടെ മധ്യത്തിൽ 7 നിലവിളക്ക് നടുവിൽ നിലയങ്കി ധരിച്ചു കൊണ്ട് നടക്കുന്ന അഗ്നിജാലിക്ക് കണ്ണുള്ളവൻ, വെള്ളോടിന് സദൃശനായവൻ, അവൻ നമ്മുടെ നടുവിലുണ്ട് എന്ന് ദൈവവചനം നമ്മെ വിളിച്ചു പറയുന്നു. അങ്ങനെ അവൻ ആരാണ്? ഹല്ലേലൂയ, 139-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് എൻ്റെ നിരൂപണങ്ങൾ നീ ദൂരത്ത് നിന്ന് അറിയുന്നു, നീ അറിയാതൊരു വാക്ക്, കാരണം നീ എന്നോട് കൂടെയുണ്ട്. എന്നോട് കൂടെയുള്ളവൻ ഇമ്മാനുവേലായി അവൻ നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് ഹല്ലേലൂയ നമുക്ക് സ്തോത്രം ചെയ്യാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, നീ എവിടെ പോയാലും എൻ്റെ വചനം വിട്ടു മാറരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ദൈവം അരുളി ചെയ്യുന്നു. നമ്മുടെ ദൈവം ആരാണ്? ഹല്ലേലൂയ, യെശയ്യാപ്രവചനം 41:10 പറയുന്നു, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മുടെ ദൈവം ഹല്ലേലൂയ
നമ്മോട് കൂടെ ഇറങ്ങി വരുന്ന ഒരു ദൈവം. മറ്റ് ദൈവങ്ങളുടെ അടുക്കൽ ഹല്ലേലൂയ അവരെ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മെ തേടി സ്വർഗത്തിൻ്റെ ഉന്നതിയിൽ നിന്ന് താണു നോക്കുമ്പോൾ മാനവജാതി പാപത്തിൻ്റെ ശമ്പളം മരണമായി നിത്യ നരകത്തിന് തുല്യതായി തീർന്നപ്പോൾ അവരെ രക്ഷിപ്പാൻ ഇറങ്ങുമെന്ന് നമ്മുടെ ഇടയിലോട്ട് കടന്നു നിന്നു. അതുകൊണ്ട് ഹല്ലേലൂയ ഈ കേൾക്കുന്ന ദൈവവചനം ശ്രദ്ധിക്കുന്ന എപ്പേർപ്പെട്ടവരുമേ, ഹല്ലേലൂയ ശബ്ദപരി ശ്രദ്ധിക്കുന്നവരെ, ഇതാ അവൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെ അത്താഴം കഴിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ നടുഭാഗമാകുന്ന ഹൃദയത്തിൽ അവന് നാം ഒരിടം കൊടുക്കുകയാണെങ്കിൽ അവൻ നമ്മളിലേക്ക് കർത്തൃത്വം നടത്തും. നാം നടക്കേണ്ട വഴി അവൻ കാണിച്ചു തരും. നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുടെ മുഖത്ത് അവൻ മാറാത്തവനായി മറക്കാത്തവനായി മാറിയുടെ അനുഭവങ്ങളെ മധുരമാക്കി തീർക്കുമെന്ന് ദൈവവചനം നമ്മെ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഹല്ലേലൂയ ആദ്യം ഒരു ഷോർട്ട് നോട്ടീസ് വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആര് പ്രസംഗിക്കുന്നു അപ്പോഴെല്ലാം ഓരോ വാക്യങ്ങൾ ദൈവം എൻ്റെ മനസ്സിൽ തരും. ഞാൻ ഇന്ന് ഹല്ലേലൂയ കഴിഞ്ഞ ദിവസം അനിച്ചാൻ പ്രസംഗിച്ചപ്പോൾ അർദ്ധരാത്രിയെ പറ്റി പ്രസംഗിക്കണമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഹല്ലേലൂയ അങ്ങനെ ഓരോ ചിന്തകൾ ആരെങ്കിലും പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ ഒരു മാലയായിട്ട് ദൈവവചനം നമുക്ക് തരും. അതുകൊണ്ട് ഹല്ലേലൂയ ഞാനൊരു പുതിയൊരു തോട്ട്സ് നിങ്ങൾക്ക് വേണ്ടി തരുന്നു. ഹല്ലേലൂയ ഇതുവരെയും ഹല്ലേലൂയ നമ്മൾ ഇടയനെ പറ്റി നമ്മൾ കേട്ടു. ഈ വലിയ ഇടയൻ ഹല്ലേലൂയ, ഈ നല്ല ഇടയൻ ഹല്ലേലൂയ, ഇതെല്ലാം നമ്മളെ നടത്തുന്ന കൊച്ചിലേ തൊട്ട് നമ്മൾ പാടുകയും വായിക്കുകയും ചെയ്യുന്ന ഹല്ലേലൂയ അനേക ഹല്ലേലൂയ ഇടയനെ പറ്റി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഹല്ലേലൂയ കേൾപ്പിച്ച ദൈവവചനം നമുക്കൊന്നായി വെറുക്കാം. കർത്താവേ, ഈ രണ്ട് മലകളുടെ മധ്യത്തിൽ കർത്താവേ ഞാനിപ്പോൾ ജീവിക്കുമ്പോൾ ഒരു താഴ്വരയുടെ അനുഭവമാണ്. അതെൻ്റെ ജീവിതത്തിൽ കണ്ണുനീരാവാം. ഹല്ലേലൂയ ഒരു നിരാശയുടെ താഴ്വരയായിരിക്കാം. ഹല്ലേലൂയ അനുകൂലികളുടെ നടുവിലും ഹല്ലേലൂയ എന്നെ പോറ്റി പുലർത്തുന്ന ഒരു വലിയൊരുണ്ട്. കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി തന്ന ജീവൻ തന്ന ആ ഗൊൽഗൊഥ മലയിൽ ഞങ്ങൾ നോക്കുമ്പോൾ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഹല്ലേലൂയ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളാവും അധികാരം കൊടുത്തുള്ള ജീവിതയാത്ര മുന്നോട്ട് പോകുന്നത് അവർക്കൊരു ഉയർപ്പുണ്ട്. ഹല്ലേലൂയ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഈ ഒരു മലയിൽ അവൻ പ്രത്യക്ഷരാകും. ഹല്ലേലൂയ ഒരു വാതിൽ ഇനി അവിടെ തുറക്കുവാനുണ്ട്. അത് നമ്മുടെ മഹാപുരോഹിതനാകുന്ന യേശു ക്രിസ്തു വന്ന് ഹല്ലേലൂയ ആ വാതിലിൽ കൂടെ കടക്കുമ്പോൾ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഹല്ലേലൂയ അത് തന്നെയുമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞ രണ്ട് വിരുന്നിനെ പറ്റി പറഞ്ഞു. പച്ചപ്പുൽമേടുകളിൽ പോറ്റി പുലർത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ ദൈവം നമ്മെ നടത്തിയ വഴികളൊന്ന് ചിന്തിച്ച് ഒരു കണ്ണിനെന്ത് ഏതോ നാതിർന്നപ്പോൾ നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ദൈവം നമ്മെ പോറ്റി പുലർത്തിയില്ലേ. കൂട്ടുകാരിൽ പരമായി ആണതിനോട് അഭിഷേകം ചെയ്തില്ലേ. അത് തന്നെയുമല്ല ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ശത്രുക്കളെ മുന്നിൽ മേശ ഒരുക്കിയില്ലേ. മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് അപാത്രമായി തീരാതെ അവൻ നമ്മെ വന്യമാക്കി തീർത്തില്ലേ. അത് തന്നെയുമല്ല, ഈ യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ അവൻ എനിക്ക് മുന്നിൽ മാത്രമല്ല, അവൻ എനിക്ക് പിന്നിൽ മാത്രമല്ല, എന്നോട് കൂടെ കടന്നു വരുന്നവൻ. എൻ്റെ നിരാശയിൽ എൻ്റെ പ്രത്യാശയിൽ ഹല്ലേലൂയ മുമ്പ് ആസാബ് പറഞ്ഞത് എന്നെ വലങ്കരത്ത് പിടിച്ചുകൊണ്ട് എന്നെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തും. അതുകൊണ്ട് രോഗമില്ല, ദുഃഖമില്ല, പ്രയാസമില്ല എന്നല്ല, അതിൻ്റെ നടുവിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഞാൻ കഷ്ടതയിലായതെനിക്ക് ഗുണമായി. എൻ്റെ ചട്ടങ്ങളെ പഠിപ്പാൻ അവൻ എന്നോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ രോഗം വരുമ്പോൾ, നിരാശ വരുമ്പോൾ, ഹല്ലേലൂയ നമുക്ക് താഴ്ച വരുമ്പോൾ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം, നമ്മെ ഉള്ളംകരങ്ങളിൽ താങ്ങുന്ന ഒരു ദൈവം. ആ ദൈവകരങ്ങളിൽ ഒരു നിമിഷം ഹല്ലേലൂയ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. യാഹന്ന ദൈവമൻ ഇടയനഹു, യാതൊരു കുറവുമില്ലേനിക്കിനിയും. യാഹന്ന ദൈവമൻ ഇടയനഹു, യാതൊരു കുറവുമില്ലേനിക്കിനിയും. പച്ചപ്പുൽ തകിടിയിൽ കിടത്തുന്നവൻ, നീ ചല ജലമെന്നെ കുടിപ്പിക്കുന്നു. യാഹന്ന ദൈവമൻ ഇടയനഹു, യാതൊരു കുറവുമിൽ
എനിക്കിനിയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കേൾപ്പിച്ച അനുഗ്രഹിക്കും. അനുദിന വേദ ചിന്തകൾ അനുഗ്രഹമാരി ചൊരിയും